hello dear students, welcome back to Target Learning App. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്താണ് USSന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി തന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലോക്കിലെ കോണുകളാണ്. ഓക്കെ, ആംഗിൾസും അതുപോലെ തന്നെ ക്ലോക്കുമായിട്ടുള്ള അതിൽ വരുന്ന ആംഗിൾസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, റെഡി ആണോ? അപ്പോൾ എല്ലാവരും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു ഭാഗമാണ് ഈ ക്ലോക്കിലെ കോണുകൾ എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. മെൻ്റൽ എബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഇതിൽ മാത്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം മെൻ്റൽ എബിലിറ്റിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും നമ്മൾ USSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലെ ഒരു ടോപ്പിക്കാണ് എന്ത്, ക്ലോക്കിലെ കോണുകൾ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. അപ്പോൾ നിങ്ങൾ റെഡി ആണോ? നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്ലോക്കിൽ സമയം 3:30, മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വാച്ചിൽ നോക്കുമ്പോൾ 3:30 എന്ന് പറഞ്ഞ ടൈം അല്ലേ, 3:30 എന്ന് പറഞ്ഞ ടൈം കാണുന്ന സമയത്ത് അതിൻ്റെ മണിക്കൂർ അല്ലേ, ഹവർ സൂചിയും അതുപോലെ തന്നെ എന്താണ് മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തെറ്റിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അല്ലേ. നിങ്ങളിങ്ങനെ നോക്കും, നിങ്ങളിതാ നിങ്ങളുടെ വാച്ച് ഇതാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഇവിടെയാണ് 12 ഉള്ളത്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ എന്തുണ്ട് 9 ഉണ്ട്, 3 ഉണ്ട്. അപ്പം 3:30 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ആണോ? 3:30 എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് പറയും ഇതെന്താണ്, ആ 90 ഡിഗ്രിയാന്ന് പറയും. ആൻസർ എന്താണ്? പൊട്ടത്തെറ്റാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും നമ്മുടെ മണിക്കൂർ സൂചി 3 തന്നെ നിൽക്കുമോ? ഇല്ല, മണിക്കൂർ സൂചി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, 3:30 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എന്തുണ്ടാവും, കുറച്ചൊരു വ്യത്യാസം എന്തിന് പറ്റിയിട്ടുണ്ടാവും, നമ്മുടെ മണിക്കൂർ സൂചിക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പം ഒരിക്കലും എന്തല്ല ആൻസർ, 90 ഡിഗ്രി അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് മിസ് ഒരു സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഓക്കെ, ആംഗിൾസ്, ഏത് ആംഗിൾസ് ആയിക്കോട്ടെ, ഏതൊരു എന്താ പറയുക ടൈം തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞിരുന്ന ഇക്വേഷനാണ് 60h - 11m/2. ഓക്കെ, അപ്പം 60h - 11m/2 എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പം എന്താണ് ഈ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഹവർ സൂചിനെയാണ് നമ്മൾ H യൂസ് ചെയ്യുന്നത്. ഓക്കെ, M എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പം ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സമയം എന്ന് പറയുന്നത് 3:30 അല്ലേ. അപ്പം അതിൽ ഹവർ എന്ന് പറയുന്നത് എത്രയാണ്, 3 മണിക്കൂറാണ്. മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എത്രയാണ് ഹവർ എത്രയാണെന്നുള്ളതാണ്, അതേപോലെ ഇതെന്താണ് മിനിറ്റ് എത്രയാണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ ഇത് ഹവർ എന്ന് പറയുന്നത് ഇവിടെ 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് ഒന്ന് നോക്കി നോക്കാം. 60 ഇൻറ്റു എന്താണ് 3 എന്ന് വരും, മൈനസ് എന്താണ് 11 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്കിവിടെ 30 ആണ്, ഡിവൈഡഡ് ബൈ എന്താണ് 2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക, 60 × 3 നമുക്ക് എത്ര കിട്ടി, 180 എന്ന് വരും അല്ലേ. 180 - 330 ബൈ എന്തുണ്ടാവും 2 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ 330 നിന്ന് എന്ത് മൈനസ് ചെയ്യുക, 180 അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 150 എന്ന് കിട്ടും അല്ലേ. 150/2 എന്ന് വരും. 150/2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 75 ആണ്. നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 75 ഉണ്ടോയെന്ന് ഉണ്ട് അല്ലേ. ഓപ്ഷൻ C ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മറന്നു പോവാതെ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, എന്തായാലും എക്സാമിന് ഷുവറായിട്ടും ഈ ഒരു പോർഷനിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഒരു ഫോർമുല നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ, ക്ലോക്കിൽ 4 മണിയാവുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് നേരത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താ 4 മണിയാണ് അല്ലേ. 4 മണി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്താണ് മണിക്കൂർ ഉണ്ടോ, മിനിറ്റ് എത്രയായിരിക്കും, 0 ആണ് അല്ലേ. അപ്പോൾ 4 മണി നമുക്ക് ഇങ്ങനെ എഴുതാലോ അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താ, 60h - 11m/2 എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, മിനിറ്റ് 0 ആയത് കാരണം 11m
ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ബാക്കി എന്തുണ്ട്? 60 ഇൻറ്റു അവർ എത്രയാണ്? 4 ആണ് അല്ലേ. ബൈ എന്താണ്? 2 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുക? 240 ബൈ എന്തുണ്ടാവും? 2 എന്നുണ്ടാവും. അത് എത്രയാണ്? 120 ആണ്. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് ഇപ്പം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആംഗിൾസും ക്ലോക്കും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 9:30 എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കണ്ണാടി പ്ലേസ് ചെയ്യാണ്. അപ്പം ആ കണ്ണാടിയിൽ ക്ലോക്കിലെ അതേ സമയം ആയിരിക്കുമോ കാണിക്കുക? അല്ല അല്ലേ. സമയത്തിന് എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അത് എത്രയാണ് കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല. ആലോചിച്ചുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ മിസ് ഒരു എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 11:60 നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, 11:60 എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? നമുക്ക് തന്നേക്കുന്ന ക്ലോക്കിലെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ 11:60 നിന്ന് എന്ത് മൈനസ് ചെയ്യാണ്? 11:60 നിന്ന് 9:30 എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 2:30. ഓക്കെ, നോക്കിക്കോ, ഓപ്ഷനിൽ 2:30 ഉണ്ട്. ക്ലിയർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 11:60 എന്ന് പറഞ്ഞ ടൈമിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈം മൈനസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രതിബിംബം കാണുന്ന ആ ഒരു ടൈം നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ആ ഒരു ടൈമാണ് ചോദിച്ചത്. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. റെഡി അല്ലേ? എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു ഡൗട്ട് വരും. മിസ്സേ, ഇതിപ്പോൾ 11:60 ആണ്. ഇപ്പോൾ നിങ്ങളോട് നമുക്ക് എക്സാമിന് ചോദിച്ചത് ഇപ്പോൾ 12:10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 12:10 എന്നുള്ളത് ക്ലോക്കിൽ തന്ന ടൈം, പ്രതിബിംബത്തിൻ്റെ ടൈം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ണാടിയിൽ കാണുന്ന ടൈം എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മിസ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ 23:60 എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ, നമുക്ക് വരുന്നത് 12-ൽ കൂടുതലുള്ള സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 23:60 നിന്ന് ആ തന്നിരിക്കുന്ന ടൈം മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 23:60 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 23:60 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 12:10 മൈനസ് ചെയ്യുക. ഓക്കെ, 12:10 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ? 0, 5, 1. ക്ലിയർ അല്ലേ? 1, 1 അല്ലേ. അപ്പോൾ 11:50 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡി അല്ലേ? 11:50. ഓക്കെ, സെറ്റാണോ? അപ്പം ഇവിടെ ഓർത്ത് വെക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണ്? നമ്മൾ മിററിൽ കാണുന്ന ആ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 12 കുറവാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ഇനി 12 കൂടുതലാണെങ്കിൽ 23:60 നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. സെറ്റാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. പ്രവർത്തനരഹിതമായ ഒരു ക്ലോക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം ശരിയായ സമയം കാണിക്കും? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇപ്പോൾ അതാ എൻ്റെ വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. മിസ്സിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ക്ലോക്ക് ഉണ്ട്. മിസ്സിൻ്റെ വീട്ടിലുള്ള ക്ലോക്ക് എന്ന് പറയുന്നത് 3 മണിയായപ്പോൾ എന്തായിപ്പോയി? 3 മണിയായപ്പോൾ എന്തായിപ്പോയി? അവിടെ സ്റ്റക്കായിപ്പോയി. ഓക്കെ, ബാറ്ററി തീർന്ന് സ്റ്റക്കായിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമായിരിക്കും ആ ക്ലോക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയം കാണിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രാവിലെ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ ഒരു പ്രാവശ്യം കറക്റ്റ് ടൈം കാണിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈവനിങ് 3 മണിയാകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ടൈം കാണിക്കും. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 2 ടൈം അല്ലേ, 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ടുള്ള ടൈം കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് 24 മണിക്കൂറല്ലേ ടോട്ടൽ ഉള്ളത് അല്ലേ. അതിൽ നമുക്ക് 2 പ്രാവശ്യമായിരിക്കും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ടൈം കാണിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ദിവസം ക്ലോക്കിലെ സൂചികൾ എത്ര തവണ എതിർ ദിശയിൽ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 24 ആൻസർ എഴുതും അല്ലേ. 24 പറയുന്ന ആൻസർ ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. നിങ്ങളിതാ ഒരു ക്ലോക്കിനെയൊക്കെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് എത്രയാണ് ഭാഗിച്ച് നോക്കും അല്ലേ. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എത്ര പ്രാവശ്യം കിട്ടും? 12 പ്രാവശ്യം കിട്ടും അല്ലേ. അപ്പോൾ ഒരു 12 മണിക്കൂറിൽ 12 പ്രാവശ്യം, അപ്പോൾ എന്താണ്? 24 മണിക്കൂറാകുമ്പം എന്താ
4 പ്രാവശ്യം എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. അതായത് ഇപ്പോൾ 12 ഇവിടെ 6 അതേപോലെ 9 3 ഇങ്ങനെ ഓപ്പോസിറ്റ് വരണം. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? 180 ആയിരിക്കും വരിക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആംഗിൾ എപ്പോഴും എന്തായിരിക്കണം? 180 ആവണം. എന്നാലേ എന്താവുള്ളൂ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ 180 ആവുന്ന ടൈമൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? അത് എതിർ ദിശയിലാണെന്ന് പറയാൻ കഴിയുക. അപ്പോൾ എതിർ ദിശയിലാവുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകും എന്താണ് ഇതാ ഇവിടെ എത്തുന്ന സമയത്ത്. ഓക്കെ, 4ൻ്റെയും അതുപോലെ തന്നെ 5ൻ്റെയും 7ൻ്റെയും ഇടയ്ക്ക് ആകെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഈ 6 മണി എന്ന് പറയുന്ന ടൈമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇവിടെയാണ് 5 വരിക, അതുപോലെ തന്നെ ഇവിടെയാണ് 7 വരിക അല്ലേ. ഇതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. പക്ഷെ വരയ്ക്കാനേ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എന്താണ് മിനിറ്റ് സൂചിക്ക് ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ, ഒരു ½ ഡിഗ്രീൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇല്ല, മിനിറ്റ് സൂചി എന്ത് ചെയ്യുന്നുണ്ടാവും? കുറച്ച് മാറുന്നുണ്ടാവും. സോ 5ൻ്റെയും അതുപോലെ തന്നെ 7ൻ്റെയും ഇടയ്ക്ക് ആകെ 6 മണി എന്ന് പറയുന്ന സമയം മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? 12 മണിക്കൂറിൻ്റെ ഇടയിൽ, ഓക്കെ, 12 അവറിൻ്റെ ഇടയിൽ നമ്മുടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 11 ടൈംസ് ആണ്. ഓക്കെ, എപ്പോഴും ഓർത്ത് വെക്കുക, 12 മണിക്കൂറിൻ്റെ ഇടയിൽ 11 ടൈംസ് ആണ് എന്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഈ 5ൻ്റെയും 7ൻ്റെയും ഇടയിൽ ഓൺലി 6 മണിയാണ് എന്ത് വരുന്നത്? 6 o'clock ആണ് എന്ത് വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. അതായത് 180 ഡിഗ്രി ആയിട്ട് വരുന്നത്. അപ്പം ടോട്ടൽ എത്ര ഉണ്ടാവുള്ളൂ? 11 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 24 അവർ ആകുമ്പോൾ നമുക്ക് എത്രയായിട്ട് കിട്ടും? ഒരു 11 കൂടെ വരും അല്ലേ. അപ്പോൾ 22 ആയിരിക്കും നമുക്ക് വരിക. സോ ആൻസർ 22 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, അരുൺ ക്ലാസ്സിൽ 12:20 എത്തിയത്. അരുൺ രാജുവിനേക്കാൾ 20 മിനിറ്റ് നേരത്തെ എത്തി. എന്നാൽ രാജു ക്ലാസ് തുടങ്ങിയ സമയത്തേക്കാൾ 30 മിനിറ്റ് വൈകി എത്തി. എങ്കിൽ ക്ലാസ് തുടങ്ങിയ സമയം എത്ര? അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസണും ഉണ്ട്, അതിൻ്റെ കൂടെ ക്ലോക്കും കൂടെ ചോദിച്ചേക്കാണ് അല്ലേ, ടൈമും കൂടെ ചോദിച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, അരുൺ ക്ലാസ്സിലെത്തിയ സമയം നിങ്ങൾക്കറിയാം. അരുൺ എത്ര മണിക്ക് എത്തിയ? നമ്മുടെ അരുൺ വന്നേക്കുന്നത് 12:20 അല്ലേ. അപ്പം അരുൺ രാജുവിനേക്കാൾ 20 മിനിറ്റ് നേരത്തെ എത്തി. അപ്പം നമ്മുടെ അരുൺ നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ എത്തിയത് ആരാണ്? അരുണാണ്. അപ്പം അരുൺ 12:20 എത്തിയതെങ്കിൽ രാജു സ്വാഭാവികമായിട്ടും എന്താണ്? ലേറ്റ് ആയിട്ടല്ലേ വന്നത്. അപ്പോൾ അരുൺ വന്നതിന് ശേഷമാണ്. അരുൺ വന്ന് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വന്നത്? 20 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. സോ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 12:20 കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12:40. ഓക്കെ, അപ്പം രാജു എത്തിയത് 12:40. കിട്ടിയോ അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് 20 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ആണത്. ആദ്യം എത്തിയത് അരുണാണ്, അതിനുശേഷം വന്നത് രാജുവാണ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? എന്നാൽ രാജു ക്ലാസ് തുടങ്ങിയ സമയത്തേക്കാൾ 30 മിനിറ്റ് വൈകി എത്തി. അപ്പോൾ നമ്മുടെ രാജു എത്തിയത് എത്രയാണ്? 30 മിനിറ്റ് വൈകിട്ടാണ് എത്തിയത്, ക്ലാസ്സിൽ കയറിയത്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? രാജു വന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് തുടങ്ങിയ ടൈം എന്ത് ചെയ്താൽ മതി? 30 മിനിറ്റ് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലേ. 12:40 രാജു വന്നത്. അപ്പോൾ 30 മിനിറ്റ് ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും കിട്ടുക? എത്ര കിട്ടും? 12:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 12:10 കിട്ടി അല്ലേ. 12:10 ഓപ്ഷൻ എ ആയിരിക്കും എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. വളരെ ഈസി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എന്താ നമ്മുടെ ക്ലോക്കിൻ്റെ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഫോർമുല മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഷുവറായിട്ടും ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ USS എക്സാമിന് ഉണ്ടാവും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.